അടയ്ക്കാ അങ്ങടിക്കാണ് നിങ്ങളെ കാണുന്നത് ഞാൻ കുറച്ചു ദിവസമായി വിചാരിക്കണം. നിങ്ങളുടെ മകള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലേ? എന്റെ മകളാണ് കാണിച്ചത്. നിങ്ങളുടെ മകള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് അതിനകത്ത് ആ പെണ്ണെന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? അതിന് നാളെ ഒരു മാലിലൊന്നും ഇല്ലേ? അതിന്റെ കെട്ടിന്ന് അയച്ചു വിട്ടിരിക്ക. നിങ്ങളടുത്ത് കുറെ ദിവസമായി ഞാൻ ചോദിക്കണം വിചാരിക്കുന്നു. അപ്പൊ എന്നോട് കുറച്ച് ഒതുക്കിക്കോളാൻ പറയിട്ടോ. നാട്ടിൽ വരുന്നതല്ലേ, നാട്ടുകാരെ നാളെ കാണേണ്ടതല്ലേ? ആ പെണ്ണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ? നല്ല വരുമാനം കിട്ടുണ്ടാവും. അവളൊക്കെ കണ്ടില്ലേ പുറത്തൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ച് കളിക്കുന്നത്. എപ്പോ നോക്കിയാലും ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാത്ര വീട്ടില്. ഇവിടുത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണ് നിങ്ങൾ വരുമാനം കിട്ടുന്നത്. നമുക്കറിയില്ലായിരുന്നല്ലോ. അവള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണം. നല്ല വ്യൂസ്, നല്ല വരുമാനം. മാത്രമേ ഒരു മാസം കൊണ്ടത്രേ മോണിറ്റൈസേഷൻ ആണെന്ന് എനിക്കറിയില്ല. നല്ല വ്യൂസ് ഉണ്ട്, 10 കേക്ക് കാണുന്ന വ്യൂസ്. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു പോസ്റ്റ് എന്തെങ്കിലും ഇട്ടുകഴിഞ്ഞാൽ അതിന് ഒരു 10 വ്യൂസ് കഴിഞ്ഞാൽ 10 ദിവസം പിടിക്കും. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഞാനിപ്പോ തുടങ്ങിയെങ്കിൽ സക്സസ് ആവുമോ? കണ്ടന്റ് വീഡിയോയിൽ പിടിക്കാം. അപ്പൊ പിന്നെ ഇത് അവളെക്കാട്ടിലും മുന്നേ എത്താലോ. ഞാൻ കാണാറുണ്ട് എല്ലാ വീഡിയോസും. കുട്ടിയോട് പ്രത്യേകം പറയണം, ജലം, ഭൂമി, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ഇവിടെ ഒന്നും നിന്നിട്ട് കുട്ടിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടിയുടെ ഈ മാസം വീഡിയോ എടുക്കരുത് എന്ന് പ്രത്യേകം പറയണം കേട്ടല്ലോ. കേറി വായോ. എന്താ ഇപ്പൊ ഒന്നും കാണാറില്ലല്ലോ. നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലേ? വീഡിയോയിലൊക്കെ നിറഞ്ഞു നിൽക്കല്ലേ മകളുടെ. അവിടെയൊക്കെ കറങ്ങാൻ പോയത് ഇരിക്കാന്മാരൊക്കെ കണ്ടു. അവളോടൊക്കെ ഒന്ന് ഒതുങ്ങിക്കോളാൻ പറയേ. അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വല്ല ആപത്തും വന്ന് ചാടി കഴിഞ്ഞു കഴിഞ്ഞാ ഈ പറയണ ആരും ഉണ്ടാവില്ല സഹായിക്കാനും ഇരിക്കാനൊന്നും. അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവനാണ് നല്ലത്. എന്ത് വരുമാനം? അപ്പുറത്ത് വല്ല നഷ്ടം ഉണ്ടായിട്ട് ഇപ്പത്തെ വല്ല വരുമാനം ഉണ്ടായിട്ട് വല്ല കാര്യം ഉണ്ടാവും? ആ പെണ്ണോട് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നിട്ട് കുട്ടികളെ നോക്കിട്ട് ഇരുന്നോളാൻ പറഞ്ഞത്. അവളെ കെട്ടിയോ സമ്പാദിക്കണ്ടല്ലോ, പിന്നെന്താ അപ്പൊ അവൾക്ക് ഇത്രത്? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂമോ വാതിലോ എന്തൊക്കെ അടച്ചിരുന്നിട്ട് അതിനകത്ത് ചെയ്യാം. ഇതിപ്പോ നാലാള് കാണല്ലേ ആ പെണ്ണ് ഓരോന്ന് ചെയ്യണത്. നിനക്ക് പറഞ്ഞ് കൊടുക്കാൻ നാക്കില്ലാഞ്ഞിട്ടാ. അപ്പൊ എന്റെ മകളായിരിക്കണം കയ്യും കാലും ഓടിച്ചിട്ട് ഞാൻ മുക്കിലിരുത്തിയിരുന്നു. പോവാണോ നിങ്ങള്? മകള് രാജ്ഞിയാന്നാ വിചാരം. മക്കളെ പറ്റി നല്ല നേരം. അയ്യോ, ഞമ്മള് കാണാറുണ്ട് നിങ്ങളെ മകളുടെ വീഡിയോസ് ഒക്കെ. നിങ്ങക്ക് കായ് കിട്ടുവോ? അയ്യോ, നിങ്ങളെ പുള്ള ചെയ്യുന്ന കാണാൻ നല്ല ഭംഗി കിട്ടിട്ടോളേ. നമ്മള് കാണാറുണ്ട്, എപ്പോഴും കാണാറുണ്ട്. നമ്മളെ പലതും കാണിച്ചു തരൂ. എപ്പോഴും പറയൂ ഗായത്രി ചേച്ചി വീഡിയോ കണ്ടോ, ഗായത്രി ചേച്ചി വീഡിയോ കണ്ടോന്ന്. ലക്ഷക്കണക്കിന് അത്ര സമ്പാദിക്കുന്നതല്ലേ? ഞാനും കേട്ട് പറയണത്. എന്താ അത്ര ആ പെണ്ണ് വരുമാനം? ഞാൻ പെണ്ണ് കറങ്ങാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലെന്നാ പറയണത്. ലക്ഷക്കണക്കിന് രൂപയൊക്കെ കൈ കൂടെ മറിഞ്ഞു പോവാന്ന് പറയുമ്പോഴേ ഭാഗ്യം തന്നെ വേണല്ലേ. എന്നിട്ടായിട്ട് എന്താ കാര്യം? സ്വസ്ഥത ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ആ പെണ്ണ് വീട്ടിൽ എന്നോ അടിയത്രേ. അതാരാ പറഞ്ഞോ? അതിപ്പോ ആ പെണ്ണിന്റെ ഓരോ വീഡിയോസ് കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല. വീഡിയോ കാണാറില്ല എന്ന് ഉദ്ദേശിച്ചത് അവളുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ എപ്പോഴെങ്കിലും ഫേസ്ബുക്കിലൊക്കെ കാണും. യൂട്യൂബിലൊന്നും ഞാൻ കാണാറില്ല അവളുടെ വീഡിയോ. ഈ കാണുമ്പോഴൊക്കെ സെഡ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പത്തെ പിള്ളേർ പറയില്ലേ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആ പെണ്ണിന് ഇടുന്നത്. അവര് അടിയാന്നാ കേട്ടത് അവന്റെ വീട്ടില്. അവന്റെ കെട്ടിയോ നല്ല അടി കൊടുക്കത്രേ. വീഡിയോസ് അടിപൊളിയായിട്ടുണ്ട്, ചെയ്തോടി. ആര് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ചെയ്യും. ഇനി ആരും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യടി. ഡി ഞാനും കൂടി തുടങ്ങിയാലെന്ന് ആലോചിക്കാ. തുടങ്ങിട്ടടി, എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? കണ്ടു പഠിക്കടി. അതുപോലെ വേണം മക്കളായാലേ. ആരോ പറഞ്ഞ പോലെ വല്ല ചൂടോ ചൊരണോ വല്ലതും ഉണ്ടോടി നിനക്ക്? വീട്ടിലേക്ക് 5 പൈസ ഉപകാരവും ഇല്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ. പഠിക്കടി, കണ്ടു പഠിക്കേ. മക്കളാണെന്ന് പറഞ്ഞിട്ട് വല്ല ഉപകാരം ഉണ്ടോടി നിങ്ങളെ കൊണ്ട്? തിന്ന് മുടിക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ?